പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല പല നേതാക്കളും വി എസിന് ഒപ്പം CPIയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ വി എസിൻ്റെ നിലപാടിനൊപ്പം ചേർന്ന് നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. സർക്കാരിൽ CPM, അതായത് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പിണറായി എടുത്ത നിലപാടുകളെ CPMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളും മന്ത്രിമാരും ചോദ്യം ചെയ്യുമ്പോൾ വി എസിന് വലയം തീർത്തിരുന്നത് CPIയുടെ നേതാക്കൾ മാത്രമായിരുന്നു. അത് പ്രത്യേകിച്ച് പ്രകൃതിയുമായി ബന്ധപ്പെട്ട, വനഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കയ്യേറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ CPIയുടെ നിലപാടിനൊപ്പം നിൽക്കാൻ വി എസിന് കഴിഞ്ഞിരുന്നു. വി എസ് അത് വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുകയും ഒക്കെ ചേർന്നു. മൂന്നാർ കയ്യേറ്റം അടക്കമുള്ള വിഷയങ്ങളിൽ CPIയുടെ നിലപാടുകൾ, ആ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാൻ അല്ലെങ്കിൽ അതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ വി എസ് ശ്രമിക്കുകയും വി എസ് അതിന് പൂർണ്ണ പിന്തുണ നൽകുകയും വി എസ് മുന്നോട്ട് വെച്ച മൂന്നാർ ഓപ്പറേഷൻ അടക്കം CPIയുടെ പിന്തുണ അതിൻ്റെയൊക്കെ ഭാഗമായിരുന്നു. പിന്നീട് അവിടുത്തെ പ്രാദേശിക നേതൃത്വം, അത് CPI ആയാലും കൊള്ളാം CPM ആയാലും കൊള്ളാം, എതിർത്തപ്പോഴൊന്നും തന്നെ ഒരു തരത്തിലും പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് വി എസ് നിലപാടെടുത്തത്. ഇങ്ങനെ നിരവധിയായ സമര പോരാട്ടങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ നിലപാടുകളുണ്ട്. ആ നയങ്ങളൊക്കെ തന്നെ ഒരു ഘട്ടത്തിലും മാറ്റേണ്ടതില്ല എന്ന് തന്നെയാണ് അദ്ദേഹം നിലപാടെടുത്തത്. അങ്ങനെ മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ടായാൽ തൻ്റെ രാഷ്ട്രീയ അസ്തിത്വത്തിന് മേലിൽ തന്നെയാണ് ഒരു ചോദ്യം ഉയരുന്നത് എന്നുള്ളതാണ് വി എസ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത്തരം ചില നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോകാതിരുന്നത്. പക്ഷേ സന്ധി ചെയ്യേണ്ടടുത്ത് എവിടെയാണ് സന്ധി ചെയ്യേണ്ടതെന്ന് വി എസിന് വളരെ കൃത്യമായി അറിയാം. അത് സാധാരണ ജനങ്ങൾക്ക് മുന്നിലാണ് എന്ന് തന്നെയാണ് വി എസ് ഈ മരിക്കുന്ന അവസാന നാളുകൾ വരെ കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പുരുഷാരം ഈ മനുഷ്യനെ കാണാൻ ഇവിടേക്ക് ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും നിരവധി ആളുകൾ, നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഈ സെക്രട്ടേറിയറ്റിന് പരിസരത്തുള്ള നമ്മൾ ഈ കാണുന്ന റോഡിന് വെളിയിലാകെ തന്നെ ഉണ്ട്. അവരാണ് ഇനിയും കാത്തു നിൽക്കുകയാണ്. കാരണം അത്രയും